ഹലോ ഓൾ, നമ്മളിന്ന് ഫൈലം നെമറ്റോഡയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ഫൈലം നെമറ്റോഡയാണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ സിലബസിൽ ഫൈലം നെമറ്റോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ കുറച്ച് എക്സാമ്പിൾസുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ആദ്യം NCERT പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരു ഡിഗ്രി ടെക്സ്റ്റിലുള്ള പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫൈലം നെമറ്റോഡ. ഫൈലം നെമറ്റോഡനെ തന്നെയാണ് നമ്മൾ ഫൈലം എഷൽമിന്തസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈലം നെമറ്റോഡ തന്നെയാണ് ഈ ഫൈലം എഷൽമിന്തസ് എന്നുള്ളത്. ഇതിനെ നമ്മൾ ഉരുണ്ട വിരകൾ എന്ന് പറയാറുണ്ട്. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഓരോ ഫൈലം പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. ആ ഒരു എക്സാമ്പിളിൻ്റെ ഡയഗ്രാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് റിക്കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഫൈലം എഷൽമിന്തസ്. എഷൽമിന്തസിൻ്റെ ശരീരപരിച്ഛേദം വൃത്താകാരമായതിനാൽ ഇവയെ ഉരുണ്ട വിര എന്നും വിളിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ എഷൽമിന്തസിൽ ഉരുണ്ട വിരേൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ശരീരം എന്നുള്ളതൊരു റൗണ്ടഡ് ആണല്ലേ. അപ്പോൾ ശരീരപരിച്ഛേദം വൃത്താകാരമായതിനാൽ ഇവയെ നമ്മൾ ഉരുണ്ട വിരകൾ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഫൈലം എഷൽമിന്തസിൻ്റെ മറ്റൊരു പേരാണ് ഉരുണ്ട വിരകൾ എന്നുള്ളത്. ഇവയിൽ വെള്ളത്തിലും കരയിലും സ്വതന്ത്രമായി ജീവിക്കുന്നവയും സസ്യങ്ങളിലും ജന്തുക്കളിലും പരാതമായി വസിക്കുന്നവയുമുണ്ട്. ഓക്കെ, അപ്പം ഇവർ ഫ്രീ ലിവിങ് ആയിട്ടുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിലും അനിമൽസിലും പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഉരുണ്ട വിരകൾ അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ജന്തുക്കളാണ്. ഓക്കെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉരുണ്ട വിരകൾ കാണിക്കുന്നത്. ഇവ ദ്വിപാർശ്വ സമമിതിയും ത്രിബ്ലാസ്റ്റികതയും കാണിക്കുന്ന കപട സീലോമേറ്റുകളാണ്. ഓക്കെ, അതായത് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നുണ്ട്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപട സീലോമേറ്റുകളാണ്, അതായത് സ്യൂഡോ സീലോമേറ്റ്സ് ആണ്. എന്താണ് ഈ ടേംസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പ്രീവിയസ് വീഡിയോ നോക്കുക. ഓക്കെ, ഇവയുടെ അന്നപദം പൂർണ്ണമായും മെച്ചപ്പെട്ട പേശി നിർമ്മിത ഗ്രസനിയോട് കൂടിയതാണ്. ഓക്കെ, അപ്പം എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമെന്ററി കനാലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഫാരിങ്സ് ഉണ്ട്, ഒരു ഗ്രസനി ഉണ്ട്. ഇനി ശരീര അറയിൽ നിന്ന് പ്രത്യേക തരം വിസർജന നാളികൾ വഴി വിസർജ്യ പദാർത്ഥങ്ങൾ വിസർജന രന്ധ്രങ്ങളിലൂടെ പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് എക്സ്ക്രീഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസിൽ നിന്ന് ഈ വിസർജ്യ പദാർത്ഥം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസർജന രന്ധ്രങ്ങളുണ്ട്. ഓക്കെ, കുഞ്ഞു പോഴ്സ് ഉണ്ട്. ഉരുണ്ട വിരകൾ ഏകലിംഗ അല്ലെങ്കിൽ ഡൈഷ്യസ് ആയിട്ടുള്ള ജീവികളാണ്. ആൺ പെൺ ജീവികളെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ആൺ വിരേനെയും കൊടുത്തിട്ടുണ്ട്, പെൺവിരയും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്, അവർ ഏകലിംഗ ജീവികളാണ്. ആൺ പെൺ ജീവികളെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സാധാരണയായി പെൺജീവിക്ക് ആൺ ജീവിയേക്കാൾ നീളം കൂടുതലായിരിക്കും. ഡയഗ്രാം നോക്കിക്കോളൂ, മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇവിടെ പെൺവിരയ്ക്കാണ് ആൺവിരയേക്കാൾ നീളം കൂടുതൽ. അപ്പോൾ സാധാരണയായിട്ട് പെൺജീവിക്ക് ആൺജീവിയേക്കാൾ നീളം കൂടുതലായിരിക്കും. ആന്തരബീജ സംയോഗം വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഭ്രൂണവികാസം നേരിട്ടോ പരോക്ഷമായോ നടക്കാം. ഓക്കെ, അപ്പോൾ ഭ്രൂണവികാസം നേരിട്ടാൽ, അതായത് ഇപ്പം അവരുടെ യങ് സ്റ്റേജും അതുപോലെ അഡൾട്ട് സ്റ്റേജും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഓക്കെ, കുഞ്ഞുങ്ങൾ മുതിർന്ന ജീവികളോട് സാമ്യമുള്ളവരായിരിക്കും. അതിനാണ് ഭ്രൂണവികാസം നേരിട്ടാന്ന് പറയുന്നത്. പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ. ഇനി എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് എസ്കാരിസ്, വൗച്ചേരിയ, ആൻസൈലോസ്റ്റോമ. ഓക്കെ, അതിൽ എസ്കാരിസിനെയാണ് നമ്മൾ ഉരുണ്ട വിര എന്ന് പറയുന്നത്. വൗച്ചേരിയ എന്നാണ്, അതിനെയാണ് നമ്മൾ മന്ദവിര എന്ന് പറയുന്നത്. ആൻസൈലോസ്റ്റോമ അതിനെയാണ് നമ്മൾ കൊക്കപ്പുഴു എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് NCERT പോയിന്റ്സ്. ഇനി നമുക്ക് ഡിഗ്രി ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫൈലം എഷൽമിന്തസിനെ തന്നെയാണ് നമ്മൾ ഫൈലം നെമറ്റോഡ എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ റൗണ്ട് വേംസ് എന്ന് പറയുന്നു. ഓക്കെ, അവരുടെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കലാണ്, സ്യൂഡോ സിലോമേറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നോക്കാം. Vermiform, unsegmented and bilaterally symmetrical body. The body of Nelminthus is soft, cylindrical, unsegmented and bilaterally with pointed anterior and posterior ends without head. അപ്പോൾ ഇവരുടെ ശരീരം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അൺസെഗ്മെന്റഡ് ആണ്. പിന്നെ വേർമിഫോം ആണ്, അതൊരു വേം ലൈക്ക് ആണല്ലേ. ആ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ്, ബോഡി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സെഗ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. സോ ദേ ആർ അൺസെഗ്മെന്റഡ്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്.
ഓക്കെ. പിന്നെ അവരുടെ ബോഡി സോഫ്റ്റ് ആയിരിക്കും, സിലിണ്ട്രിക്കൽ ആയിരിക്കും. പിന്നെ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ആൻഡ് പോയിന്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ് എന്ന് പറയുന്ന ഒരു പോർഷനൊന്നും ഇവരിൽ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അടുത്തത് ക്യൂട്ടിക്കുലാർ കവറിങ്. The body is covered and protected by a tough, resistant and many-layered cuticle secreted by the epidermis. So, epidermis secrete ചെയ്യുന്ന ഒരു ക്യൂട്ടിക്കുലാർ കവറിങ് ഇവരിൽ കാണാൻ പറ്റും. It is removed and renewed 4 or 5 times in life. And ആ ഒരു ക്യൂട്ടിക്കുലാർ ലെയർ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സൈക്കിളിൽ 4-5 തവണ റിമൂവ് ചെയ്ത് റിന്യൂ ചെയ്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് സിൻസീഷ്യൽ എപ്പിഡാമസ് ഇൻ അഡൾട്ട്. ഇൻ അഡൾട്ട് വേംസ് എപ്പിഡാമസ് ഈസ് നോട്ട് എ സെല്ലുലാർ ലെയർ ബട്ട് ഈസ് ഓൺലി എ സിൻസീഷ്യൽ ലെയർ. ഒരു എപ്പിഡാമസ് എന്ന് പറയുന്നത് ഒരു സെല്ലുലാർ ലെയർ അല്ല, പക്ഷെ ഒരു സിൻസീഷ്യൽ ലെയർ ആണ്. എന്താണ് സിൻസീഷ്യൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൽ ആ പ്രോട്ടോപ്ലാസം വിത്ത് മൾട്ടി ന്യൂക്ലിയസ്. ഓക്കെ, അതായത് ആ പ്രോട്ടോപ്ലാസത്തിൽ നമുക്ക് ഒരുപാട് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ആ ഒരു കണ്ടീഷനാണ് സിൻസീഷ്യൽ എന്ന് പറയുന്നത്. ആ സെല്ലുലാർ എപ്പിഡാമസ് ഇസ് പ്രസന്റ് ഇൻ ഏർലി സ്റ്റേജ്, അതായത് ഇവരുടെ ഏർലി സ്റ്റേജസിൽ ഒരു സെല്ലുലാർ എപ്പിഡാമസ് ഒക്കെ കാണാൻ പറ്റും. ബട്ട് ആഫ്റ്റർ സെക്രീറ്റിംഗ് ദി ക്യൂട്ടിക്കൽ സെക്രീറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് സീസസ് ടു എക്സിസ്റ്റ് ആസ് എ ഡെഫിനിറ്റ് സെല്ലുലാർ ലെയർ. ഓക്കെ, അപ്പം ഒരു ക്യൂട്ടിക്കൽ സെക്രീറ്റ് ചെയ്തതിന് ശേഷം അവരിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സെല്ലുലാർ ലെയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സെല്ലുലാർ ലെയർ സ്റ്റോപ്പ് ചെയ്ത അവസ്ഥയിലായിരിക്കും. ഏർലി സ്റ്റേജസിൽ ഒരു സെല്ലുലാർ ലെയർ ഇവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് സ്യൂഡോസിലോമിക് ബോഡി കാവിറ്റി. എന്താണ് സ്യൂഡോസിലോമിക്? ഡിസ്കസ് ചെയ്തതാണല്ലോ നമ്മൾ. അതായത് കപടസീലോമിക് ആയിട്ടുള്ള ഒരു ബോഡി കാവിറ്റിയാണ്. പെരിവിസ്റൽ cavity is a pseudocele or falcellum. ഒരു falcellum ആയിരിക്കും. It is not a mesodermal cavity but is the persistent embryonic blastocele. ഒരു mesodermal cavity അല്ല, പക്ഷെ ഒരു persistent ആയിട്ടുള്ള embryonic blastocele ആണ്. Hence it is not a true coelom. അതൊരു true coelom അല്ല, but is a pseudocele or falcellum. അതൊരു falcellum ആണ്. Body muscles are longitudinal. Okay, so muscles of the body wall are longitudinal muscles, circular muscles being altogether absent. So അവരുടെ ബോഡി മസിൽസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. സർക്കുലർ മസിൽസ് നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കില്ല. മസിൽസ് ആർ യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ 4 blocks. മസിൽസ് 4 blocks ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് എലിമെന്ററി കനാൽ. Elementary canal is usually straight and uncoiled. It is said to be complete in the sense that it has mouth and anus at opposite ends. So ഇവരുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം, അതായത് ഇവരിലൊരു മൗത്തും അതുപോലെ തന്നെ എയ്നസ് എന്ന് പറയുന്ന ഒരു പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് 2 ഓപ്പോസിറ്റ് എൻഡ്സിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തത് ടോട്ടൽ ആബ്സെൻസ് ഓഫ് സീലിയ. സീലിയ ആർ ടോട്ടലി ആബ്സെന്റ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവരുടെ ഒരു സ്റ്റേജിലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. In some primitive forms, there are cilia-like process in the endoderm. This is known as microvilli. അപ്പം നമ്മൾ പറഞ്ഞു സീലിയ നമുക്ക് ഇവരിൽ കാണാനായിട്ട് പറ്റില്ല, പക്ഷേ ഇവരുടെ പ്രിമിറ്റീവ് ഫോംസ് എടുക്കുകയാണെങ്കിൽ അവരിൽ ഒരു സീലിയ ലൈക്ക് പ്രോസസ്സ്, സീലിയ മാതിരിയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതാണ് നമ്മൾ മൈക്രോവില്ല എന്ന് പറയുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 1 or 2 excretory tubules or 1 or 2 glands known as Renette cells. ഓക്കെ, അപ്പം ആ റെനറ്റെ സെൽസ് ഒന്ന് ഓർത്തിരിക്കുക. അത് ഏത് ഫൈലത്തിലാണ് വരുന്നതെന്ന് ഉള്ളതൊന്ന് ആലോചിച്ചിരിക്കാം. നമ്മുടെ ഫൈലം ഹെഷൽമിന്തസ് അല്ലെങ്കിൽ നെമറ്റോഡയിലാണ് റെനറ്റെ സെൽസ് കാണാനായിട്ട് പറ്റുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്ക്രീറ്ററി ഇൻ ഫംഗ്ഷൻ ആണ്. സെല്ലുലാർ ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ബ്രെയിൻ ആർ ആബ്സെൻറ്റ്. സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ ഒരു ബ്രെയിനും നമുക്ക് അവരിൽ. അടുത്ത് പറയുന്നത് സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ എക്സിബിറ്റ് സെക്ഷൽ ഡൈമോർഫിസം. നമ്മളിത് നേരത്തെ മെൻഷൻ ചെയ്താണല്ലോ, അവരുടെ സെക്സസ് സെപ്പറേറ്റ് ആയിരിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാൻസിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. മോസ്റ്റ് നെൽമിന്തസ് ആർ പാരസൈറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. മിക്കവാറും എല്ലാവരും പ്ലാന്റ്സിലും അനിമൽസിലും പാരസൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ബട്ട് സം ആർ ഫ്രീ ലിവിങ് ഫോംസ് ഇൻഹാബിറ്റിംഗ് സോയിൽ ആൻഡ് വാട്ടർ. ചിലതൊക്കെ ഫ്രീ ലിവിങ് ആയിട്ട് സോയിലും വാട്ടറിലും കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് റാബ്ഡൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്. എക്സാമ്പിൾസ് പറയുന്നുണ്ട്: എസ്കാരിസ്, ആൻസൈലോസ്റ്റോമ, എൻറ്ററോബിയസ്, ഡ്രാക്കൻകുലസ്, വൗച്ചറേറിയ, ട്രൈക്കിനെല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് എസ്കാരിസ്, ആൻസൈലോസ്റ്റോമ, എൻറ്ററോബിയസ്, വൗച്ചറേറിയ. അതിൽ എസ്കാരിസിനെ നമ്മൾ റൗണ്ട് വേം എന്നാണ് പറയുന്നത്. ഓക്കെ, എസ്കാരിസ് റൗണ്ട് വേം. ആൻസൈലോസ്റ്റോമനെ നമ്മൾ ഹൂക്ക് വേം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻസൈലോസ്റ്റോമ
ഹുക്ക് വേം. അടുത്തത് എൻറ്ററോബിയസിന് നമ്മൾ പിൻ വേം, സീറ്റ് വേം, ത്രെഡ് വേം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എൻറ്ററോബിയസ്, പിൻ വേം, സീറ്റ് വേം, ത്രെഡ് വേം. അടുത്തതാണ് വൗച്ചർ ഏരിയ. അതിന് നമ്മൾ ഫൈലേറിയൽ വേം. ഓക്കെ, മന്തുവിര ഫൈലേറിയൽ വേം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സാമ്പിൾസ് പറയുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എക്സാമ്പിൾസ് നോർമലി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് അത് ഏത് ഫൈലത്തിലാണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എക്സാമ്പിൾസിനെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഫൈലംസ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതുപോലെ സിലബസും ഏകദേശം ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ എക്സാമ്പിൾസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസ് വീതം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾക്കിനി അടുത്ത ക്ലാസ്സിൽ ഫൈലം അനലിഡ് ഡിസ്കസ് ചെയ്യണം ആൻഡ് അതിൻ്റെ ക്ലാസ്സസും. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് കരുതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.